ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1923. ഇന്ന് ഏപ്രിൽ മാസം 6-ാം തീയതി, 96-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. സമയോ ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. അന്ധനെ സൗഖ്യമാക്കുന്ന അത്ഭുത സംഭവമാണ് ഇന്നത്തെ വിശുദ്ധ വേദഭാഗം. 36-ാം ഞായറാഴ്ച എന്നും ഈ ദിവസം അറിയപ്പെടുന്നുണ്ട്. നോമ്പ് ആരംഭിച്ചിട്ട് അത്രയൊക്കെ ദിവസമായോ? എങ്ങനെയാണ് ഇത്രയൊക്കെ ദിവസം കടന്നുപോയതും നടന്നു തീർത്തതുമൊക്കെ? വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായം നിറയെ കാഴ്ചയില്ലാത്തൊരു മനുഷ്യനും അവന് പിന്നീട് കാഴ്ച കിട്ടുന്നതും അവന്റെ അവനായിരിക്കുന്ന സമൂഹത്തിലെ അന്ധതയും നമ്മുടെ കർത്താവിന്റെ ഇടപെടലുമൊക്കെയാണ്. ഒന്ന് വായിക്കേണ്ടതാണ്. ആരംഭത്തില് കർത്താവിന്റെ ശിഷ്യന്മാര് അന്നത്തെ മതത്തിന്റെയും ദേശത്തിന്റെയും ഒക്കെ പഠിപ്പിക്കലിൽ നിന്ന് അവർ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംശയം അവരിൽ ഉണ്ടായത് ഒരു പരിധിവരെ നമ്മുടെ കർത്താവിന്റെ സാമീപ്യവും കർത്താവിന്റെ ഇടപെടലും നിലപാടും പഠിപ്പിക്കലും കാരണം. അവർ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കാണുകയാണ്. അപ്പോഴാണ് ശിഷ്യന്മാർ ആ ചോദ്യം ചോദിക്കുന്നത്. ഇവനിങ്ങനെ അന്ധനായി ജനിച്ചത് ആരുടെ അകൃത്യങ്ങൾ നിമിത്തമാണ്? ഇവന്റേതാണോ അതോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? അക്കാലത്തെ ഏറ്റവും വലിയൊരു സംസാര വിഷയമോ പഠിപ്പിക്കലോ അങ്ങനെ തന്നെയാണ്. നമുക്കിടയിൽ ഇന്നും ഇതൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് കുറച്ച് ഭയത്തോടും ആശങ്കയോടും ലജ്ജയോടും കൂടി പറയേണ്ടി വരികയാണ്. അവന്റെ പാപം കൊണ്ടാണോ അതോ അവന്റെ പൂർവികരുടെ പാപം കൊണ്ടാണോ? കർത്താവിന്റെ മറുപടി നമ്മൾ കുറെ കൂടി ഹൃദയത്തിൽ ചേർത്ത് വെക്കണം. ഇവന്റെ പാപം കൊണ്ടുമല്ല, ഇവന്റെ മാതാപിതാക്കളുടെ പാപനിമിത്തമല്ല എന്ന് കൃത്യമായി, വ്യക്തമായി, സ്പഷ്ടമായി പറയുകയാണ്. പിന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. അതിത്ര വലിയ ആശ്വാസമാണ് നമുക്കൊക്കെ തരുന്നത്. നൂറ്റാണ്ടുകളായി, തലമുറകളായി നമ്മുടെ മീതെ ആരൊക്കെയോ ചാർത്തി തന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി എടുത്തു വെച്ച ഈ പൂർവികരുടെ ഭീകരമായ ശാപത്തിന്റെ തുടർച്ചയെ യേശു ഇവിടെ നിഷ്പ്രയാസം എടുത്ത് മാറ്റിവെക്കുകയാണ്. ഒന്നുമല്ല, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ്. ചിലർ ചില സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നത്. ജീവിതത്തിന്റെ സഹനങ്ങളെ കുറെ കൂടി നമുക്കൊരു പുഞ്ചിരിയോടുകൂടി, ഒരു നിർമ്മമതയോടുകൂടി, ശാന്തതയോടും സമചിത്തതയോടും കൂടി കാണാനും നേരിടാനും മറികടക്കാനുമായിട്ട് കുറെ കൂടി ബലമുണ്ടാവട്ടെ, കുറെ കൂടി കാഴ്ചയുണ്ടാവട്ടെ, കുറെ കൂടി ഉൾക്കാഴ്ച ലഭിക്കട്ടെ. ആമേൻ.